റഹ്മത്തുള്ള ശ്രീ പരവളം മധു ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം, വളർച്ച എന്ന മനോഹരമായ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ശ്രീ ജ്യോതിഷ് കുമാർ മലയാളപ്പുഴയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ചെറിയാഞ്ചി പറഞ്ഞതുപോലെ വലിയ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ്, ചരിത്ര പഠനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. വ്യവസായവൽക്കരണത്തിൻ്റെ നാളുകളിൽ ഇന്ത്യയിലല്ലല്ലോ ആദ്യം വ്യവസായവൽക്കരണം ഉണ്ടായത്, പുറത്താണ് ഉണ്ടായത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായത് ബ്രിട്ടനിലൊക്കെയാണ് ആദ്യം ഉണ്ടായത്. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വ്യവസായവൽക്കരണം വന്നത്. അതിനുശേഷമാണ് വ്യവസായശാലകൾ ഉണ്ടായത്. അപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആവിർഭവിച്ചത് എങ്ങനെയാണ്? ഒരുപാട് പേർക്ക് അറിയാത്ത നിരവധി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു റെഫറൻസ് പുസ്തകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കോൺഗ്രസിൽ നിന്നാണ് AITUC ഉണ്ടായത്. AITUC പിന്നീടാണ് INTUC ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ എല്ലാം ചരിത്രം. പിന്നീട് വ്യവസായവൽക്കരണം വന്നതിന് ശേഷം വലിയ ചൂഷണം ഉണ്ടായി. ഈ ആദ്യം നമ്മുടെ നാട്ടിലൊരു ഫ്യൂഡൽ സംവിധാനമാണ് നിലനിന്നിരുന്നത്, ഇല്ലേ? ഭൂ ഉടമകളും അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും രണ്ട് ക്ലാസ്സാണ്. അടുത്തത് വന്നത് വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമകളും അവിടുത്തെ തൊഴിലാളികൾ, ഇത് വേറൊരു ക്ലാസ്സാണ്. അങ്ങനെ പല ക്ലാസ്സുകളുണ്ടായി. അപ്പോൾ ചൂഷണം ഭയങ്കരമായി വർദ്ധിച്ചു. ഭൂമിയിൽ ജോലി ചെയ്യുന്നവരോട് ഭൂ ഉടമകൾ വലിയ ചൂഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായശാലകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവരെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് ഒരുപാട് അവരെ ചൂഷണത്തിന് വിധേയമാക്കി. അതായത് സമയക്ലിപ്തത ഉണ്ടായിരുന്നില്ല. ജോലി തീർക്കണം. അത് രാവിലെ തുടങ്ങി പാതിരാത്രി ആയാലും ജോലി തീർക്കണം. പിന്നെ ഒരാളുടെ ആരോഗ്യത്തിന് പറ്റുന്ന ജോലിയാണ് ഏൽപ്പിക്കുന്നതെന്നില്ല. ജോലി ഏൽപ്പിച്ചാൽ ഏത് ജോലിയായാലും ചെയ്തു തീർക്കണം. സമയമുണ്ടായിരുന്നില്ല, വിശ്രമിക്കാൻ സമയമുണ്ടാവില്ല. പിന്നെ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ള കൂലി ഉണ്ടായിരുന്നില്ല. ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കഠിനമായ ചൂഷണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, ഗാന്ധി തന്നെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചരിത്രം വായിച്ചാൽ നമുക്ക് തോന്നും ഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻസ് എന്ന് തോന്നും. ശരിക്കും അല്ലേ? അതേപോലെ തന്നെയുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല തൊഴിലാളികൾക്കും പല തൊഴിലാളി വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സമരങ്ങളുടെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ചമ്പാരനിലെ സമരമൊക്കെ വിവരിക്കുന്നുണ്ട്. മിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഈ മറ്റ് ഫോർമാറ്റിലേക്ക് ഇത് ഒരു ട്രേഡ് യൂണിയൻ്റെ ചരിത്രം എഴുതുമ്പോൾ മനഃപൂർവ്വമായി മറ്റ് സംഘടനകളെ മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത് സത്യസന്ധമാവില്ലായിരുന്നു, ഏകപക്ഷീയമായി പോകും. അപ്പോൾ നമുക്കും തോന്നും ഇതൊരു കോൺഗ്രസ് ചരിത്രം എഴുതിയ പോലെ, INTUCയുടെ ചരിത്രം എഴുതിയ പോലത്തെ ഒരു പുസ്തകം. INTUCയുടെ ചരിത്രം, ട്രേഡ് യൂണിയൻ്റെ ചരിത്രം ആവില്ലായിരുന്നു. ട്രേഡ് യൂണിയൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഇന്ത്യയിൽ AITUCയുടെയും INTUCയുടെയും CITUവിൻ്റെയും BMSൻ്റെയും HMSൻ്റെയും ഒക്കെ ചരിത്രം വരണം. അതെല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് ചരിത്ര രചനയിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്. അതിനാണ് ഞാൻ പ്രത്യേക അഭിനന്ദനം കൂടെ അർപ്പിക്കുന്നത്. അതാണ് ചരിത്ര രചനയിലെ ഒരു മായവും ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള സൈഡിലേക്കൊന്നും ചേർന്ന് നിന്നിട്ടില്ല. ജ്യോതിഷ് കുമാറിന് ഇഷ്ടമുള്ള സൈഡ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഇഷ്ടമുള്ള സൈഡ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം INTUC നേതാവാണ്. അങ്ങോട്ട് ഒരുപാട് അങ്ങ് ചേർന്ന് നിന്നിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തില്ല. സത്യസന്ധതയുണ്ട്, അതിൻ്റെ അകത്ത് സത്യസന്ധതയുണ്ട് കാര്യങ്ങളെല്ലാം വിവരിക്കുമ്പോൾ. പിന്നീട് ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവുമുള്ള വൈവിധ്യമാർന്ന സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് കിടക്കുകയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായത് ആലപ്പുഴയിലും മറ്റ് കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ. ട്രേഡ് യൂണിയൻ സമരങ്ങൾ മാത്രമല്ല അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. കയ്യൂർ സമരം ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സമരങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം പറയുന്നുണ്ട്, വൈക്കം സത്യാഗ്രഹം പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നത്.
അത് ജ്യോതിഷ് കുമാർ അവകാശപ്പെടുന്നത് എല്ലാ പൊതുസമരങ്ങളിലും വിജയിപ്പിച്ചത് തൊഴിലാളി വർഗമാണെന്നുള്ളൊരു ക്ലെയിമാണ്, അല്ലേ? തൊഴിലാളി വർഗം, അതായത് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള ആ സമരങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനം വഹിച്ച പങ്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ മനോഹരമായി അത് സ്ഥാപിച്ചെടുക്കുന്ന രീതിയിൽ, വിശ്വസനീയമായ രീതിയിൽ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നീടുണ്ടായ കാലഘട്ടത്തിലെ സമരം. നമുക്കറിയാം സമരത്തിന് രൂപവും ഭാവവും ഒക്കെ മാറി പല രീതിയിലുണ്ടായി. പിന്നീട് ഒരുപാട് നിയമങ്ങളുണ്ടായി. ഇപ്പോൾ 100 വർഷമായി ട്രേഡ് യൂണിയൻ ആക്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1926 ആദ്യത്തെ ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടായി. പിന്നീട് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് വന്നപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ടായി. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഉണ്ടായി, ബോണസ് ആക്ട് ഉണ്ടായി, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ടായി, അല്ലേ? ഒരുപാട് നിയമങ്ങൾ. ഒരു കാര്യം ഉറപ്പായിരുന്നു അന്നല്ല, പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും ഒരു തൊഴിൽ നിയമം വന്നാൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. അത് തൊഴിലാളിയെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും തൊഴിലാളിക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമായിരുന്നു. തൊഴിൽ നിയമം എന്ന പേരിൽ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു, ഉറപ്പായിരുന്നു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പാർലമെൻറ്റിലും, അല്ലേ, എല്ലാ തൊഴിൽ നിയമങ്ങളും ആ ലീനിയൻസ്, ശരിക്കും പൂർണ്ണമായ പ്രൊട്ടക്ഷൻ, അവരുടെ ജീവിത സുരക്ഷിതത്വം, അവരുടെ പ്രതിഫലം, കൂലി, സമയം, 8 മണിക്കൂർ ജോലി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേബർ ലോ വരുന്നു എന്ന് പറഞ്ഞ പേടിയാണ്. കാരണം ഉറപ്പാണ് തൊഴിലാളി വിരുദ്ധമാണ്. 8 മണിക്കൂർ ജോലി 12 മണിക്കൂർ ആക്കാം എങ്ങനെയെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ IT രംഗങ്ങൾ ഉൾപ്പെടാതെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ആളുകൾ ആക്ഷേപിച്ച് പറയും, എല്ലായിടത്തും സമരം, എല്ലായിടത്തും പ്രശ്നം. കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്, അത് നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയേണ്ട കേസല്ല. ഒരു സമയത്ത് ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. റോങ് മെസ്സേജ് കൊടുത്തു, റോങ് മെസ്സേജ്. ഇപ്പം അതൊന്നുമില്ല, ഇപ്പോഴും വന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ട്രേഡ് യൂണിയനുകൾ ഇല്ലാത്ത ഏരിയ, നിങ്ങളുടെയൊക്കെ മക്കളുണ്ടാവും IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്താ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ്? അവരുടെ ജോലി സുരക്ഷിതത്വം ഉണ്ടോ? നാളെ പൊക്കോളാൻ പറയും, നാളെ ഇന്ന് തന്നെ പൊക്കോളാൻ പോയി. മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയിലെ, ഞാൻ പേര് പറയില്ല, ഒരു പ്രശസ്തമായ സ്ഥാപനത്തിൽ ബോംബെ ജോലിക്കാരി എന്നാണ്. അപ്പോൾ ഈ ഡോറ് തുറക്കണമെങ്കിൽ കാർഡ് ഇടണം, കാർഡ് വെച്ചാലേ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. കാർഡ് വെച്ചിട്ട് ഡോറ് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അകത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു അകത്തിരിക്കുന്നതാണ്. അപ്പോൾ തൻ്റെ ജോലി പോയെന്ന്, തൻ്റെ ജോലി പോയെന്ന്. രാവിലെ ജോലിക്ക് വന്ന ആളുടെ ജോലി പോയി, അതുകൊണ്ട് ഇയാളുടെ കാർഡ് വർക്ക് ചെയ്യില്ല. ആ കാർഡിന് അവർ ഇതിൽ കയറാതിരിക്കാൻ പാകത്തിന് ഇപ്പോൾ കാർഡ് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ഡീകോഡ് ചെയ്യാമല്ലോ, കാർഡ് ഇട്ട്. അപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല, സലാം പറഞ്ഞ് തിരിച്ചുപോയി. അതും ഈ കാലത്തുണ്ട്. ഫയർ ചെയ്യാന്നുള്ളതാണ്, ഫയർ ചെയ്യുക, ആളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ജോലി എന്ന് പറഞ്ഞു വിടുക. ഹയർ ആൻഡ് ഫയർ, ആളെ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ട്രേഡ് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. കുട്ടികളിരുന്ന് ജോലി ചെയ്യണ കണ്ടിട്ടുണ്ടോ? പകലും ജോലി, രാത്രി വന്ന ജോലി. ഞാൻ ഒരു കുട്ടിയുടെ എൻഗേജ്മെൻറ്റിന് പോയി, എൻഗേജ്മെൻറ്റ്, ഒരു പെൺകുട്ടിയുടെ കുട്ടി. അവിടെ ഇങ്ങനെ വർത്തമാനം പറയണതിൻ്റെ ഇടയിൽ ടേബിളിൽ ലാപ്ടോപ്പ് വെച്ചേക്കുക. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എൻഗേജ്മെൻറ്റിൻ്റെ ഇടയിൽ. ഞാൻ എന്താ മോളെ? സാർ അത് ഭയങ്കര അസൈൻമെൻറ്റാണ്, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് തീർക്കേണ്ടതാണ്, രാത്രി മുഴുവൻ ഇരുന്നാലും തീരില്ല. അവർക്കതൊന്നൊരു വിഷയമല്ല. ഞാൻ കണ്ടതാണ്. ആ കങ്ങരപ്പടിയിലെ കുട്ടി ആത്മഹത്യ ചെയ്ത്, നമ്മുടെ കളമശ്ശേരിയിലെ കുട്ടി. അതെന്തൊരു മിടുക്കി കുട്ടിയായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോയതാണ്. 24 വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ കുട്ടിയാണ്. അതിനെ കൊണ്ട് അമിതമായ ജോലി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്താണ് ശരിക്കും. അത് താങ്ങാൻ വയ്യാതെ, അതിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് മരിച്ചത്. അപ്പം ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻഗേജ്മെൻറ്റ്, കുട്ടിയുടെ എൻഗേജ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കാരണം പെൺവീട്ടുകാരാണ് എൻഗേജ്മെൻറ്റ് നടത്തുന്നത്, മറ്റത് ആണിൻ്റെ വീട്ടിലാണ്. തൻ്റെ വീട്ടിൽ ടേബിളിൽ വച്ചേക്കോളി കുട്ടി. എനിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഇല്ല സാർ, അത് തീർത്തില്ലെങ്കിൽ. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ മോളെ കാണിക്കുന്നത്? അപ്പോൾ തീർത്തേ പറ്റുള്ളൂ, രാത്രി 12 മണിക്ക് മുമ്പ് ഈ വർക്ക് തീർന്നില്ലെങ്കിൽ പ്രശ്നമാവും.
അവിടുന്ന് വിളി വരും, ഹരാസ് ചെയ്യും, അത് ചെയ്യും, മോശമായിട്ട് സംസാരിക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു രംഗം കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പം ഇതൊരു വർണ്ണാഭമായ ഒരു ചരിത്രമാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തെ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾക്ക് ആ ചൂഷണത്തിൽ നിന്ന് തൊഴിലാളികളെ, സാധാരണക്കാരെ, പാവപ്പെട്ട മനുഷ്യരെ എല്ലാം രക്ഷിച്ച് അവർക്ക് തൊഴിൽ സുരക്ഷിതത്വവും അവർക്ക് അവകാശങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗോവി ഇരിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു ഡിയർനെസ് അലവൻസ്, അത് ജീവനക്കാർക്ക് കിട്ടുന്നു ഡിയർ. കാരണം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് DAയിൽ വ്യത്യാസം വരും. കാരണം അവരുടെ ജീവിതത്തിലുള്ള നിലവാരം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, അതുപോലത്തെ സംഘടനകൾ വാങ്ങിച്ചെടുത്ത ഒരു അവകാശമാണ്. അപ്പോൾ കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഈ ഗവൺമെൻറ് അത് അവകാശമല്ല എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. ഞാൻ ആര് ചെയ്താലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, നിങ്ങൾ ലെഫ്റ്റാണ്, നിങ്ങൾ അത് DA അവകാശമല്ല എന്ന് നിങ്ങൾ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് കോടതി പറഞ്ഞാൽ നാളെ മാറ്റി പറയല്ലേ 8 മണിക്കൂർ ജോലി അതൊന്നും അവകാശമല്ല, 10 മണിക്കൂർ ജോലിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുതെന്ന് പറയും, ഒരിക്കലും ചെയ്യരുത്. കാരണം അതൊക്കെ ഒരുപാട് കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് പേര് സമരം ചെയ്ത് മേടിച്ചെടുത്ത അവകാശങ്ങളാണ്. അത് റൈറ്റ് അല്ല എന്ന് പറയുന്നത്, DA റൈറ്റ് ആണ്. ഞാൻ വിചാരിക്കുന്നത് റൈറ്റ് ആണെന്നാണ്. അതായത് ജോലി ചെയ്യുന്നു, സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്നു, വില കൂടിയപ്പോൾ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളുടെ ജീവിത നിലവാരത്തിലെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് അയാൾ താഴേത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതേ ലിവിങ് സ്റ്റാൻഡേർഡ്, ചെറിയ തുകയാണ്, ആ ലിവിങ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഒരാളുടെ തൊഴിലാളിയുടെ ഏതാണെങ്കിലും ജീവനക്കാരൻ്റെ ആണെങ്കിലും അവൻ ഇന്ന് ജീവിക്കുന്ന ജീവിത നിലവാരം മെച്ചപ്പെടുത്താനല്ലേ നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്, താഴോട്ട് കൊണ്ടുപോകാനാണ്. അതല്ല. അപ്പം അതെല്ലാം നേടിയെടുത്തതിൻ്റെ പിന്നിൽ സമരങ്ങളുണ്ട്, ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് വലിയ മനുഷ്യർ അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സ്വാതന്ത്ര്യ സമര സേനാനികളും ഗാന്ധി തൊട്ട് ഇങ്ങോട്ടുള്ള INGCയുടെ രൂപീകരണത്തിന് ജവഹർലാൽ നെഹ്റുണ്ട്. INGCയുടെ രൂപീകരണ സമയത്ത് ഉള്ള വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ നാട്ടിലെ നേതാക്കൾ, നമ്മുടെ നാട്ടിലെ നേതാക്കൾ, കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കൊണ്ട് നയിച്ച ആളുകൾ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട് അല്ലേ, TV തോമസിനെയൊക്കെ പോലുള്ള നേതാക്കൾ എത്ര പേരുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് ആളുകൾ ആ രംഗത്തെല്ലാം പ്രവർത്തിച്ച് ചെയ്തു വന്നതാണ്. പക്ഷെ നമുക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആ മിലിറ്റൻസിയിലേക്ക് പോകാൻ പാടില്ല. നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, നാട്ടിൽ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യണം, നല്ല രീതിയിൽ നാട്ടിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, നമുക്ക് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകണം, നമ്മുടെ കുട്ടികളെല്ലാം പോയി നമ്മൾ കേരളം വൃദ്ധസദനമായി മാറരുത്, ഇവിടെ അവസരങ്ങൾ ഉണ്ടാകണം, അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വേണം. അപ്പം ഞാൻ ഗോപി, ചന്ദ്രശേഖരൻ, ഞങ്ങളെല്ലാം ഇവരെല്ലാം പല ട്രേഡ് യൂണിയൻ പല കമ്പനികളിലും വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളൊന്നും ട്രേഡ് യൂണിയൻ ഇരിക്കുന്നിടത്തൊന്നും ഒരു സമരമില്ല. എത്ര നാളെ ഒരു സമരം ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ഓർമ്മയില്ല, സമരം ചെയ്തായാലും ഞാൻ എങ്ങും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ നന്നായി ജോലി ചെയ്യുക, കമ്പനി ലാഭത്തിലാക്കുക, സ്ഥാപനത്തെ ലാഭത്തിലാക്കുക, എന്നിട്ട് കമ്പനി ലാഭത്തിലാകുമ്പോൾ ഞങ്ങൾ കണക്ക് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഷെയർ വാങ്ങിച്ചു, പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് ബാർഗെയിൻ ചെയ്ത് ഞങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് തൊഴിലാളികൾക്ക്. ഞങ്ങൾ ആദ്യം ടേബിളിൽ ചെന്നാൽ ഞാൻ ആദ്യം ചോദിക്കാറുള്ളത്, ചർച്ചയ്ക്ക് ചെന്നാൽ ഞങ്ങളുടെ ആളുകളെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ചോദിക്കും. ഞങ്ങളെന്ന് വെച്ചാൽ അവിടെ CATU INTUC AITUC ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാ. ഏറ്റവും ഒടുവിലത്തെ ചർച്ചയിൽ ചോദിച്ചു, ഹിൻഡാൽക്കോയുടെ ചർച്ചയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല, അവർ പണിയെടുക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള പോലെ പരാതി ഉണ്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞല്ല. ആദിത്യ പിള്ളയോടാണ് ചോദിച്ചത്, എല്ലാം ഭംഗിയായിട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. എന്നാൽ പിന്നെ ഈ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല, ഞങ്ങളൊരു തുക പറഞ്ഞു, ആ തുകയിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തു. ആ തുകയൊക്കെ വർദ്ധിപ്പിച്ചത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നന്നായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങളൊരു ധാരണയുണ്ടാക്കി, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാതെ ഞങ്ങളവിടെ പോയിരുന്ന് ബാർഗെയിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും LTS എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് മീതെയാണ്. 15,000 രൂപ വരെ അല്ലേ LTS വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതായത് 4 കൊല്ലം ഒക്കെ കൂടുമ്പോഴുള്ള ശമ്പളത്തിലുള്ള വർധനമാണ് പറയുന്നത്. ശമ്പളത്തിലുള്ള
വർധനവാണ്. 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ LTS വയ്ക്കുമ്പോൾ തൊഴിലാളിക്ക്, ഫാക്ടറി തൊഴിലാളിക്ക് 10,000 രൂപ മുതൽ 15,000 രൂപ വരെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവർ ജോലി ചെയ്തിട്ടാണ്, അവർക്ക് അർഹതപ്പെട്ടാണ്. പക്ഷെ കമ്പനിയും വളരുന്നുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ വളരുന്ന കമ്പനിക്കല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. തളരുന്ന കമ്പനിക്ക് ഇത് കൊടുക്കാൻ പറ്റും. കമ്പനി പൂട്ടിയിട്ട് ലേ ഓഫ് ആണെങ്കിൽ അവർ ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് ജോലി ചെയ്യണതിൻ്റെ ന്യായമായ അവകാശം. അവരെ കൊണ്ട് പറ്റാത്ത, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം സമ്മതിക്കണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു പുതിയ മാനങ്ങൾ ട്രേഡ് യൂണിസത്തിന് കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പറഞ്ഞല്ലോ. ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാർ എങ്ങനെ സംസാരിക്കണം? ഞങ്ങളതല്ല, ഞങ്ങൾ കൊടുത്ത മെസ്സേജ് കേരളത്തിൽ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നു, നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്തോ,